ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ ഫുൾ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത്. ഇന്നൊരു ഡേ മൈ ലൈഫ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ ഇതുവരെക്കും ഡേ മൈ ലൈഫോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇടുന്നത്. ഇന്ന് രാവിലെ തന്നെ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ളത് ടൈമാണ്. അപ്പോൾ അവരെ റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി മാത്രമേ ഇനി വെക്കാനുള്ളൂ. പിന്നെ കറിയൊക്കെ പെട്ടെന്ന് ഞാൻ റെഡിയാക്കുന്നുണ്ട്. പിന്നെ എനിക്ക് അവരെ സ്കൂളിൽ വിടാൻ മാത്രമല്ല, ഇന്ന് എറണാകുളം വരെ പോകാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് കൂട്ടത്തിൽ നടക്കുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഹസ്ബൻഡും കൂടിയാണ് പോകാനുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാൻ തരും. ലഞ്ച് ബോക്സും കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് ചോറോ മറ്റോ ഭക്ഷണങ്ങളോ ഒന്നും കൊടുത്തു വേണ്ട. അവർക്ക് സ്കൂളിൽ തന്നെ ചോറും കാര്യങ്ങളെല്ലാം സ്കൂളിൽ തന്നെ ഉണ്ട്. നല്ല നല്ല കറികളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അവർക്ക് ഇളയ ആൾക്ക് ബ്രേക്കിന് വേണ്ടി കുറച്ച് ബിസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട്. മൂത്ത ആൾക്ക് ഞാൻ പാക്കറ്റ് പൊടി വെച്ചിട്ടുണ്ട്. അവൾ അതങ്ങനെ കഴിച്ചോളും. അവൾക്ക് പാത്രത്തിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടുപേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടുപേരെ റെഡിയാക്കി കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ റെഡിയാകാൻ വേണ്ടി അങ്ങോട്ട് പോയി. ഇളയാൾ റെഡിയായി ലഞ്ച് ബാഗ് തൂക്കി അവിടെ പിടിച്ചിട്ടുണ്ട്. അടുത്ത് മൂത്തയാൾ അവിടെ ടി വി കണ്ടിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഹസ്ബൻഡാണ് തൊട്ടപ്പുറത്ത് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ നാലുപേർ റെഡിയായി കഴിഞ്ഞിട്ട് വണ്ടി വീടിൻ്റെ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ടിരുന്നു. ഓൾമോസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി കൂടിപ്പോയ ഒരു 10-15 ഒരു 20 മിനിറ്റിനുള്ളിൽ. 20 മിനിറ്റൊന്നും വേണ്ട. ഞാൻ എപ്പോഴും 2 വീലറിനാണ് അവരെ കൊണ്ടാക്കാറ്. പിന്നെ ഹസ്ബൻഡ് എനിക്കും കൂടി എറണാകുളത്ത് പോകാനുള്ളത് കൊണ്ട് ഞങ്ങളെ വണ്ടി എടുത്തു, ഓട്ടോ എടുത്തു. അപ്പോൾ രണ്ടുപേരും വണ്ടിയിൽ നിന്ന് 2 ഫോട്ടോസും എല്ലാം പോസൊക്കെ തന്നു. അവർ രണ്ടുപേരും ഇത് സ്കൂളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും പഠിക്കുന്നത് ഇവിടെ തന്നെയാണ്. ഒരാൾ 6ലും ഒരാൾ UKGയിലാണ്. പിന്നെ അവരെ ആക്കിയതിന് ശേഷം ഞങ്ങൾക്കൊന്ന് മട്ടാഞ്ചേരി വരെ പോകാണ്ട്. കാരണം ഞങ്ങളുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്. വേറെ ആരുമല്ല, ഞങ്ങളുടെ ഗ്രാൻഡ്മയാണ്. അതായത് എൻ്റെ ഉമ്മച്ചിയുടെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരിനെ കൊണ്ടുപോകുന്നുണ്ട്. പുള്ളിക്കാരി ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുള്ളിക്കാരി ഒന്ന് എറണാകുളത്ത് പോകണമെന്നാണ്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ ഒരുപാട് ടൈം വൈകി. 1:30 മണിയൊക്കെ ആയി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ വൈറ്റിൽ പാലത്തിൻ്റെ അടിയിൽ ഒരു ഫുഡ് കഴിക്കുന്ന സ്ഥലമുണ്ട്. ഓൾമോസ്റ്റ് അവിടെ നിന്നൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ടൊക്കെ നടന്ന് ഫുഡൊക്കെ അടിച്ച് ഓൾമോസ്റ്റ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. മീൽസാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ വല്യമ്മനെ വീട്ടിലാക്കി തിരിച്ച് സ്കൂളിലേക്ക് വന്നു. ഇളയാളെ സ്കൂളിൽ വിട്ട് 3 മണിയായി. അപ്പോൾ ടീച്ചർ ഇപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ ടീച്ചറെ വിളിച്ച് ആൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് വരുള്ളൂ. താങ്ക്സൊക്കെ പറഞ്ഞ് ടാക്സ് കൊടുത്തിട്ട് പിന്നെ വന്നപ്പോൾ തന്നെ ഉമ്മി ഗുഡ് വാങ്ങിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ മൂത്തയാൾ വന്നുണ്ട്. കാരണം മൂത്തയാൾ 3:30 മണിക്കും ഇളയാൾ 3 മണിക്കുമാണ് ക്ലാസ് വിടുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഫ്രണ്ട്സും വന്ന് ടാറ്റയൊക്കെ തന്നു. പിന്നെ ഇപ്പോൾ ഫോട്ടോയിൽ കാണുന്ന എൻ്റെ നാത്തൂൻ്റെ 2 മക്കളാണ് കേട്ടോ. അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ഐസ്ക്രീം കഴിച്ച് വീട്ടിലേക്ക് വന്നു. ഓക്കെ, ബൈ.